Hello friends. ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ക്ലാസ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നായിരുന്നു ആ സംശയം. അപ്പോൾ അതിനൊരു മറുപടിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും അത് ലാസ്റ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഏതൊരു PSC എക്സാം ആയിക്കോട്ടെ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് എല്ലാ പോസ്റ്റുകളിലേക്കും ഉള്ളതെന്ന കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എടുത്തിട്ട് എക്സാം എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ ലാസ്റ്റ് അപ്പോയിൻമെൻ്റ് ആവുന്ന ആ ഒരു സ്റ്റേജ് വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി ഇപ്പം തയ്യാറെടുക്കുന്ന തുടക്കക്കാർക്കായാലും അല്ലെങ്കിൽ ഈ എക്സാമിനെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും തീർച്ചയായും ഈ ഒരു അറിവ് വളരെ ഉപകാരപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാര്യം PSC ഒരു എക്സാം വിളിക്കുന്നു, അത് എഴുതുന്നു, അതിനുശേഷം എങ്ങനെയാണ് ഈ അപ്പോയിൻമെൻറ്റ് സ്റ്റേജ് വരെ എത്തുന്ന ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിലേക്ക് നോട്ടിഫിക്കേഷൻ 06/2024 പ്രകാരം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് PSC വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രകാരം നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങളുടെ tulasi.kerala.psc.com എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു നിശ്ചിത മാസങ്ങൾ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഫോണിലൊരു മെസ്സേജ് വരുന്നു, ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നു. അപ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നു, എക്സാം എഴുതുന്നു. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് പിന്നീട് എങ്ങനെയൊക്കെയാണ് എന്തെല്ലാം പ്രോസസ്സുകളാണ് ഇതിന് പുറകിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 499/2019 പ്രകാരമായിരുന്നു ലാസ്റ്റ് ഈ FSO പോസ്റ്റിലോട്ട് PSC നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരുന്നത്. അപ്പം ആ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചതിന് ശേഷം എക്സാം നടന്നു. എക്സാം കഴിഞ്ഞ് ഒരു റാങ്ക് ലിസ്റ്റ് നിലയിൽ വരുന്നത് 9/6/2022 അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇപ്പം ഒരു എക്സാം നടന്നു. അപ്പോൾ അതിനുശേഷം ആദ്യം റാങ്ക് ലിസ്റ്റ് ആണോ വരുന്നത്, അതോ ഷോർട്ട് ലിസ്റ്റ് ആണോ, അതോ ഇൻ്റർവ്യൂ ആണോ ആദ്യം വിളിക്കുന്നത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. അത് ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ഈ ഒരു എക്സാം നടന്നു, അതായത് 2019 നോട്ടിഫിക്കേഷൻ വിളിച്ചു, 2022 നിലവിൽ വന്ന ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം ആദ്യം PSC ഒരു ഷോർട്ട് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ 29/9/2021 ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഈ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ പ്രകാരം OMR ടെസ്റ്റ് നടന്നത് 29/9/2020 OMR ടെസ്റ്റ് നടന്നത്. അപ്പോൾ ആ OMR ടെസ്റ്റിൽ ഒരു നിശ്ചിത കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളെയും ഈ ഷോർട്ട് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റ്, അങ്ങനെ 2 കാറ്റഗറീസ് കാണാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ റിസർവേഷൻ കാറ്റഗറീസ് ഉള്ളവരുണ്ടാവും, അതല്ല റിസർവേഷൻ കാറ്റഗറീസ് അല്ലാത്ത ജനറൽ കാറ്റഗറീസ് പെട്ട ആൾക്കാരും ഉണ്ടാവും. അപ്പം നിശ്ചിത റിസർവേഷൻ കാറ്റഗറീസ് പെട്ട ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഇല്ലാതെ വരുന്ന ഘട്ടത്തിലാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോകാറുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റ് അങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ ഈ ഷോർട്ട് ലിസ്റ്റിൽ കാൻഡിഡേറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിനും അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സും എല്ലാ കാൻഡിഡേറ്റ്സിനും കൂടെ PSC ഒരു മെസ്സേജ് അയക്കും. അതായത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ അവരുടെ ഐഡൻറ്റിറ്റിയും അതുപോലെ അവരുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് PSC ആവശ്യപ്പെടും. അതിനുശേഷം നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ഒരു കോൾ ലെറ്റർ വരും. അത് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഹോൾ ടിക്കറ്റിലുള്ള വെന്യൂ നോക്കിയിട്ട് നിങ്ങൾ അതത് സെൻറ്ററുകളിൽ പോയി തന്നെ ഇപ്പോൾ PSC ഡിസ്ട്രിക്ട് ഓഫീസുകൾ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫീസുകളിലായിട്ടായിരിക്കും ഈ ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ അതിപ്രകാരം ഇത് കണ്ടോ, ഇത് 04/2022 പ്രകാരമുള്ള ഒരു ഇൻ്റർവ്യൂ പ്രോഗ്രാമിൻ്റെ ഒരു ലിസ്റ്റാണ്. ഇത് പ്രകാരം ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഇൻ്റർവ്യൂ നടന്നിരിക്കുന്നത് 6/4/2022 നമുക്ക് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഓരോ ബാച്ചസ് ആയിട്ട് തിരിച്ചാണ് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് 15 ഉദ്യോഗാർത്ഥി, ഇപ്പോൾ 9:30 ഈ ടൈമിൽ 15 ഉദ്യോഗാർത്ഥികളാണ് അന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. അതിലൊരു പാനൽ, അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്ന പാനൽ അന്ന് 2 മെമ്പേഴ്സ് ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസും PSC പുറത്ത് വിടും. അപ്പം നിങ്ങൾ ആദ്യം എക്സാം എഴുതുന്നു. അപ്പോൾ എക്സാം എഴുതി നിശ്ചിത കട്ട് ഓഫ് മാർക്ക് PSC നിശ്ചയിച്ചുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ കാൻഡിഡേറ്റ്സും അവരുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത ശേഷം ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് PSC നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പം ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ശേഷം ഇൻ്റർവ്യൂവിൽ ഒരു നിശ്ചിത മാർക്ക് കാണും. ഈ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ ഇതുപോലൊരു റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടോ 499/2019 പ്രകാരം വിളിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഒരു റാങ്ക് ലിസ്റ്റാണിത്. ഇത് നിലവിൽ വന്നത് 9/6/2022 അതായത് ഈ 9/6/2022 മുതൽ 3 വർഷം ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടായിരിക്കും. കണ്ടോ, ഇതിൽ പ്രകാരം ഫസ്റ്റ് റാങ്കിൽ വെച്ചിരിക്കുന്നത്
നീരജ എന്ന് പറയുന്ന ആൾക്കാണ്. ആൾക്ക് ടെസ്റ്റിന് 72.33 മാർക്കും അതുപോലെ ഇൻ്റർവ്യൂവിന് കണ്ടോ 13 മാർക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ 72.33 പ്ലസ് 13 ആഡ് ചെയ്താൽ 85.33 മാർക്കാണ് ടോട്ടൽ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് പ്രകാരമാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയാം. ആദ്യം നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഒരു ഹോൾ ടിക്കറ്റ് വരുന്നു. അപ്പോൾ ആ ഹോൾ ടിക്കറ്റ് പ്രകാരം നിങ്ങൾ എക്സാം എഴുതി ഒരു നിശ്ചിത കട്ട് ഓഫ് മാർക്ക് PSC നിശ്ചയിച്ചുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നു. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിന് അവരുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ അവരുടെ ഐഡൻറ്റിറ്റിയും പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരുന്നു. അതിനുശേഷം ഇൻ്റർവ്യൂവിനുള്ള ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാവുന്നു. അത് പ്രകാരം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ശേഷമാണ് ഫൈനൽ ഇതുപോലൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കുമോ? അത് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്. ഒരിക്കലും ഇല്ല. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം 14 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും PSC നോർമലായിട്ടുള്ള പ്രൊസീജിയർ എല്ലാം നടത്തുക. അതായത് ഇപ്പം ചിലർ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ തന്നെ മറ്റ് ജോലിയിൽ പ്രവേശിച്ച് ജോലി തുടരുന്നുണ്ടായിരിക്കും. അവർക്ക് ചിലപ്പം ഈ ജോലി അത്ര താല്പര്യമില്ലെങ്കിൽ അവർക്ക് ഡിലീഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, അതായത് ഡിലീഷൻ കൊടുക്കാനുള്ള ഒരു സൗകര്യപ്രകാരം 14 ദിവസം വരെ ഒരു അഡ്വൈസ് അയക്കില്ല. അതിനുശേഷമായിരിക്കും അഡ്വൈസ് അയക്കുന്നത്. അപ്പം നിലവിലുള്ള വേക്കൻസിയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും, അതുപോലെ റൊട്ടേഷൻ പ്രകാരവും ആയിരിക്കും നിങ്ങൾക്ക് അഡ്വൈസ് അയക്കുക. അതായത് റിസർവേഷൻ കാറ്റഗറീസിന് ഉള്ള അഡ്വൈസ് തയ്യാറാക്കി അതുപോലെ ജനറൽ കാറ്റഗറീസ് ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിനെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും അത് റൊട്ടേഷൻ പ്രകാരമായിരിക്കും നിങ്ങൾക്ക് അഡ്വൈസ് അയക്കുക. അപ്പോൾ അതിൽ പ്രകാരം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും 55 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അപ്പോയിൻമെൻറ്റ് ചാർട്ടാണ്. അതായത് നിങ്ങളുടെ ടേൺ വരുമ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് ലഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ചാർട്ട് PSC പബ്ലിഷ് ചെയ്യും. ഈ അപ്പോയിൻമെൻറ്റ് ചാർട്ടിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു അഡ്വൈസ് PSC അയക്കും. അതായത് നിങ്ങൾ ഇത്ര സാലറി സ്കെയിലിൽ നിങ്ങൾ അപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരു പോസ്റ്റലിലൂടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അപ്പം അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയായോ? ഇല്ല. അഡ്വൈസ് വന്നു കഴിഞ്ഞിട്ട് PSC ഈ സെയിം അഡ്വൈസ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനോട് അയക്കും. അതായത് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനെ സംബന്ധിച്ച് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ സെയിം അഡ്വൈസ് അവർ അയക്കും. അങ്ങനെ ആ അഡ്വൈസ് അവിടെ ചെന്നതിന് ശേഷമാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അതത് ഡിപ്പാർട്ട്മെൻറ്റാണ് അയക്കുന്നത്. അപ്പം അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇവിടെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററും അത് PSC അയച്ചു തന്ന അഡ്വൈസും അതുപോലെ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾക്ക് OTV സർട്ടിഫിക്കറ്റ് ലഭിക്കുക, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റ്സും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് അതോറിറ്റിയെ കണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു എക്സാം എഴുതി നിങ്ങൾ ജോലി ലഭിക്കുന്ന വരെയുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം 1-2 പേര് ചോദിച്ച ഒരു ഡൗട്ട് പ്രകാരമാണ് നമ്മളിപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാ എക്സാമുകൾക്കും ഇത് കോമൺ തന്നെയാണ്. ഇൻ്റർവ്യൂ ഉള്ള പോസ്റ്റുകൾക്ക് ഇൻ്റർവ്യൂ, ഒരുപാട് പോസ്റ്റുകൾക്ക് ഇൻ്റർവ്യൂ ഇല്ലാത്ത പോസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് ഇൻ്റർവ്യൂ ഘട്ടം ഉണ്ടാകില്ല. ബാക്കി എല്ലാ പ്രൊസീജിയറും കോമൺ ആണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ ആയിരിക്കും. എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്നൊരു രീതി കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകരുത്. ആദ്യത്തെ ഒരു 50 റാങ്കിനുള്ളിൽ അല്ലെങ്കിൽ 100 റാങ്കിനുള്ളിൽ തന്നെ വരാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. നല്ല രീതിയിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് സിലബസ് മനസ്സിലാക്കി മൊഡ്യൂളിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ഒരു സ്മാർട്ട് വർക്ക് ആയിരിക്കും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്തിക്കാൻ പോവുക. ഏണസ്റ്റ് അക്കാദമിയിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രീമിയം ബാച്ചാണിത്. ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. ഓരോ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മൊഡ്യൂൾ വൈസായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും ടെസ്റ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല PSCയുടെ അതേ നിലവാരത്തിലുള്ള മോഡൽ ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന വഴി നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരവും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല ഏണസ്റ്റ് അക്കാദമിയുടെ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് എക്സാം വരെയും ഗൈഡൻസിനായിട്ട് ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഇവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റി, നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസിനായിട്ട് നിങ്ങളുടെ അതേ മെൻറ്റാലിറ്റിയുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേരുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം. അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ കമൻറ്റിനെല്ലാം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.